പണ്ടൊക്കെ നഫീസത്തുമാല ചൊല്ലി ഇപ്പോൾ പിന്നെ ലേബർ റൂമിൻ്റെ മുമ്പിൽ വരെ നഫീസത്തുമാല ഇട്ടിങ്ങിരിക്കണാണ് ചില സാധുക്കൾ. കാരണം എന്താ വെച്ചാൽ നഫീസത്തുമാലിൽ തന്നെ പിന്നെ കാണാം, ഏറെ മികന്തുള്ള പേറ്റുവരുത്തതിൽ ഇന്ത്യ സഹാബികൾ പേരിന് ഓതുകിൽ കൂറി മുടിയും മുന്നം പള്ള തന്നിന്ന് കുട്ടി പിറക്കലില്ല ശക്കുന്നോവർ. ബദറുമാലങ്ങനെ ചൊല്ലി അതുപോലെ തന്നെ പിന്നെ നഫീസത്തുമാലൊക്കെ ചൊല്ലി കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രസവിച്ചുകൊണ്ട് പോരും. പിന്നെ എന്തിനാ ഹോസ്പിറ്റല്, പിന്നെ ആശുപത്രി ആവശ്യമുണ്ടോ? അപ്പോൾ ഈ ലത്തീഫിയും അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ അസനിമാരും ഇതിപ്പോൾ ഒരു ടീമാണ് ഇവർ. അപ്പോൾ ഈ പ്രസവത്തെ അല്ലെങ്കിൽ ഈ രൂപത്തിൽ സമൂഹത്തെ അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കുക. ഇന്ന് അതൊക്കെ സമൂഹം കുറേ ഒഴിവാക്കി പോയിരുന്നു. ഈ ആളുകളുടെ അന്ധവിശ്വാസത്തിന് സമൂഹം ആ ഇരുട്ടിൽ നിന്ന് വിളിച്ചത് മുജാഹിദ് പ്രസ്ഥാനം ശക്തമായി ഇവിടെ ദഅവത്ത് നടത്തി. കുട്ടികളിൽ നഫീസത്തുമാലും ചൊല്ലി കുത്തിരിക്കല്ലേ, ആ കുട്ടിക്കോ അല്ലെങ്കിൽ ഉമ്മക്കോ അല്ല അപകടങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയും? ഒരു നഫീസത്തുവിയും വരില്ല, ഒരാളും വരില്ല. നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാരണം അത് പഠിച്ചാൽ ഇതിൽ വൈദഗ്ധ്യം നേടിയ ആളുകളോടെ ഉണ്ടാവും. അപ്പം അതിൽ നിന്നൊക്കെ പിന്നെ ആളുകൾ മോചിതരായി. ഇപ്പോൾ വീണ്ടും അവർ ഈ ഒരു നഫീസത്ത് മാലക്കും അതുപോലെ തന്നെ ഈ മാലകൾക്കൊക്കെ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അതിലേക്കൊരു ക്യാമ്പയിൻ ചെയ്ത് വ്യാപകമായ രീതിയിൽ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിനെ ഒരു നിരുത്സാഹപ്പെടുത്തുകയും ആന ആശുപത്രി പ്രസവിച്ചിട്ടുണ്ടോ? ഒരു മുസ്ലിയാർ ചോദിച്ചതാണ്. ആനക്ക് ആശുപത്രി ഉണ്ടോ? ആന സ്കൂളിൽ പോലില്ലല്ലോ. നമുക്ക് സ്കൂളിൽ പോകണ്ട. ആന തുണി എടുക്കണില്ലല്ലോ. ആന തലയിക്കെട്ടും കെട്ടിയിട്ടില്ല. ആനക്ക് മദ്രസില്ല ദർസില്ല ഒന്നുമില്ല. നമുക്കതൊന്നും വേണ്ട. അപ്പം ആനനെ മാതൃകയാക്കണം ചില ആൾക്കാർ. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച് തനിച്ച ജഹാലത്താണ്.